ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കായിരുന്നു രാത്രി. പെട്ടെന്ന് മുകളിലെ എൻട്രൻസ് ഡോർമേ ഡോർ തുറക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചേ, സ്കാർബറോയില് ക്രൈംസ് ഇച്ചിരി കൂടുതലാ. കത്തി ഫുൾ ഡോർ ഇങ്ങനെ തുറന്നതും യു ആർ ബീങ് റെക്കോർഡഡ് എന്നാണ്. രണ്ട് പോലീസുകാര് ഡു യു നോ ഷ്രാ എന്ന് ചോദിച്ചു. ക്യാമറയില് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവർക്ക് ക്ലിയർ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ക്ലിപ്സ് ഫുട്ടേജ് റീപ്ലേ ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷനും വേണ്ട, ഇവര് സുപ്പീരിയറിന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോ ഞാൻ മുഖത്ത് ഫുൾ എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്ന് ചോദിച്ചു ഞാൻ ഇവരോട്. നീ താഴെയാണോ മുകളിലാണോ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഇൻ ദ ബേസ്മെന്റ് ഇവര് നേരെ ഉള്ളിലേക്ക് വന്ന്. അപ്പൊ വാറന്റ് എന്തൊക്കെ വേണ്ട വീട്ടിന്റെ ഉള്ളിൽ എനിക്കറിയാം മോനെ. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളൊരു തെറ്റും ചെയ്തില്ലേ, പോലീസ് ഫുള്ള് ക്യാമും ഫ്ലാഷും ഫുൾ വെസ്റ്റിലൊക്കെ വന്നിപ്പോ നമ്മളെ ഹാർട്ട് ബീറ്റ് ഒന്ന് ഇച്ചിരി കൂടും, റേസാകും. എവ്രിവൺ, ചിരിക്കാനും ചിന്തിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ഒരു പോലീസും കോപ്സ് ഒക്കെ ഷോപ്പ് ചെയ്ത് ഞാൻ ആകെ ത്രെട്ടൻഡ് ആയ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ അന്ധമായിട്ട് നമ്മൾ സെലിബ്രിറ്റീസ്, ആക്ടേഴ്സ് ഇവരൊക്കെ ആരാധിക്കാൻ പാടുണ്ടോ ഇല്ലെന്ന് സെമീർ ഒരു കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ. കുറെ ആൾക്കാർ ചിലപ്പോൾ ഒഫൻഡഡ് ആയി പോകും. ഡൈ ഹാർഡ് ഫാൻസ് ഒരിക്കലും അവരുടെ ലൈഫിൽ നല്ലതല്ല ചെയ്യുന്നതെന്ന് വരെയുള്ള ഒപ്പീനിയനാണ് എത്തുന്നുണ്ട്. ആ ഒരു കോൺട്രവേഴ്സി കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ എപ്പിസോഡ് ഫുള്ള് കേട്ട് നോക്കാം. അതുപോലെ തന്നെ സെമീർ വാരണാസി UP പോയിട്ട് അവന്റെ കാശി, ബനാറസ് അവിടെയൊക്കെ പോയിട്ട് അവന്റെ ചെവിയിൽ അവൻ കേട്ട വാക്കുകൾ ഇത് തന്നെയാണോ ഞാൻ കേട്ടത് വിചാരിച്ചു പോയൊരു നിമിഷത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ന്യൂസിലെത്തണ്ട ഹെഡ്ലൈനില്. അതുപോലെ തന്നെ സെമീർ അവന്റെ ലൈഫിലെ ഏറ്റവും പീക്ക് മൊമെന്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന അവന്റെ മൗണ്ട് റഷ്മോർ മൊമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊരു ഫുട്ബോൾ മാച്ചിനകത്തായിരുന്നു, അത് നാഷണൽ CBSE ഫുട്ബോളിനകത്തായിരുന്നു. അതും ഷെയർ ചെയ്യുന്നുണ്ട്. സൗദേ ഇൻട്രോ മ്യൂസിക്. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayalis. Today we're going to do the entire episode in English. Samir, are you ready for it? Yeah, I'm up for it, buddy. ഞാൻ റെഡി അല്ല എന്നാ. ഞാനും പറഞ്ഞപ്പോ മാർഗല്ലോ ആലോചിച്ചിട്ട് ഞാൻ സെമീർ തമ്മിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ സംസാരം റെഡിയാവില്ല. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കായിരുന്നു രാത്രി ഞാൻ നമ്മളെ പോഡ്കാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മുകളിലെ എൻട്രൻസ് ഡോർമേ സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു എന്നെ കാണാൻ വരാനൊന്നും ആരില്ല അവിടെ. അപ്പം ഇത് എനിക്കുള്ളതല്ല. ചിലപ്പം എൻ്റെ വീട്ടിലെ വേറെ 2 റൂംമേറ്റ്സ് ഉണ്ട്, ഹൗസ് മേറ്റ്സ് ഉണ്ട്. അവരാവാം, അല്ലെങ്കിൽ മുകളിൽ ഒരു താമസിക്കുന്ന അറബ് ഫാമിലി ഉണ്ട്, ഇവരുടെ എന്തെങ്കിലും ആകാം. പിന്നെ ഞങ്ങൾ നിന്ന് പിന്നെ അങ്ങനെ കുറച്ച് തോന്നുമ്പോ സൗണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ എൻ്റെ ഈ വീട്ടിൽ നിൽക്കുന്ന ഹൗസ് മേറ്റ്സ് ചാവി വല്ലോ മറന്നിട്ട് പിന്നെ ഈ അറബ് ഫാമിലി മുകളിൽ ഇനിയിപ്പോൾ പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും ഞാൻ ഇവിടെ 2 പ്രാവശ്യം ഞാൻ കേട്ടും ചെയ്തു. ഇനിയിപ്പോൾ തുറന്ന് കൊടുക്കാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ പോയി. ഞാൻ ഡോർ തുറക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചേ, സ്കാർബറോയില് ക്രൈംസ് ഇച്ചിരി കൂടുതലാ, കത്തി. അപ്പൊ ഞാൻ കുറച്ചിങ്ങനെ തുറന്നു. അപ്പൊ ആരും കാണുന്നൊന്നുമില്ല. കുറച്ചൊക്കെ എപ്പോഴും ടൂൾ വെക്കണം കയ്യില്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ ഡോറിൽ എത്തിയപ്പോഴാണ് ഇത് ആലോചിച്ചത്. പിന്നെ കുറച്ച് അങ്ങനെ തുറന്ന് ആരും ആദ്യം നമ്മളെ പ്രയോറിറ്റി ആണ് നമ്മളെ ജീവൻ രക്ഷിക്കാന്ന്. അതിൽ ഇനിയിപ്പോ ഒരാളെ കൊല്ലുകയാണെങ്കിലും പ്രശ്നമില്ല. നീ പറഞ്ഞോടാ, നീ പറടാ. അപ്പൊ അവിടെ ആരും ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഞാൻ ഫുൾ ഡോർ ഇങ്ങനെ തുറന്നതും യു ആർ ബീങ് റെക്കോർഡഡ് എന്നാണ്. അപ്പൊ ഞാന് നോക്കിയപ്പോ 2 പോലീസുകാര്, ഒരു ആണും ഒരു പെണ്ണും, ഒരു ബ്ലോണ്ട് ലേഡിയൊക്കെ ആയിട്ട്. അന്ന് ഞങ്ങള് ഊഹന്റെ ഒരു പ്രശ്നം വന്നില്ലേ, അന്നും ഇതേപോലെ ഒരു ബ്ലോണ്ട് ഗേളും ഒരു പോലീസ്മാനായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ യു ആർ ബീങ് റെക്കോർഡഡ് എന്ന് വെച്ചാൽ അപ്പൊ ഞാനിങ്ങനെ അപ്പൊ റെക്കോർഡഡ് അറിയുമ്പോ ഒരു ചെസ്റ്റമേ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് ക്യാമറയിൽ ഫ്ലാഷ് ഉണ്ട്, ഇവരെ ലൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ഫുള്ള് വെസ്റ്റ് മറ്റേതൊക്കെ ഫുള്ള് സാധനങ്ങളും കത്തിയും കൂടി പിടിച്ച് പോയിണെങ്കിൽ അപ്പൊ എന്റെ അഡ്വൈസും കേട്ട് ഞാൻ പോയിണ്ടെങ്കില്
കത്തിയാണ് എന്തേ മരത്തടി എന്തേലും പിടിച്ചോണ്ട് ആയിക്കോട്ടെ. അപ്പൊ വെടിന്റെ എണ്ണം ബുള്ളറ്റിന്റെ എണ്ണം കുറയായിരിക്കും. അപ്പൊ എന്നോട് ചോദിച്ചേ ഡു യു നോ ഷ്രാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ക്യാമറയില് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവർക്ക് ക്ലിയർ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ക്ലിപ്സ് ഫുട്ടേജ് റീപ്ലേ ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷനും വേണ്ട, ഇവര് സുപ്പീരിയറിന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോ ഞാൻ മുഖത്ത് ഫുൾ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഹൂ എന്ന് വിചാരിച്ചു ഞാൻ ഇവരോട്. അപ്പം ഷ്രാ അപ്പൊ ഞാൻ അങ്ങനെ അറിയാത്ത പോലെ ഇങ്ങനെ കനിസ്തനെ അപ്പൊ ഞാന് ഇങ്ങനെ അറിയാത്ത പോലെ അങ്ങനെ നിന്ന്. അപ്പൊ ഇവര് പിന്നെ ഒന്ന് ആക്സെന്റ് കൊണ്ട് ശ്രാ പിന്നെ ഇന്ത്യൻ ആക്സെന്റ് ഡു യു നോ ശ്രാ ഓ ശ്രാ. അപ്പൊ ഞാന് അപ്പൊ ഇങ്ങനെ നിന്നേ. അപ്പൊ എന്നോട് ചോദിച്ച് നീ താഴെയാണോ മുകളിലാണോ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഇൻ ദ ബേസ്മെന്റ് എന്നാണ്. അപ്പൊ എന്നോട് ഓ ഓക്കെ അപ്പൊ എന്നോട് ഓ വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് യു ബഡി. അപ്പൊ എന്നോട് കിട്ടണ്ടേ മുകളിലാരാ താമസിക്കുന്നതെന്ന് വെച്ച്. അപ്പൊ ഞാന് അറബ് ഫാമിലി എന്ന് പറയാൻ പോയിരുന്നു. പിന്നെ ഇനിയിപ്പോ വല്ല റേസിസ്റ്റ് ആയി ഇവരെടുത്താലോ എന്ന് വെച്ചിട്ട് ഞാന് ഫാമിലി ഓ ഓക്കെ വി ജസ്റ്റ് ഗോണ കം ഇൻ എന്നിട്ട് ഇവര് നേരെ ഉള്ളിലേക്ക് വന്ന്. അപ്പൊ വാറന്റ് എന്തൊക്കെ വേണ്ട വീട്ടിന്റെ ഉള്ളിൽ എനിക്കറിയാം മോനെ, ഞാൻ എന്തിനാ ഇല്ലാത്ത പ്രശ്നത്തിലേക്ക് തല വെക്കുന്നത് ഞാൻ. എന്നിട്ട് അപ്പൊ ഞാൻ ഓക്കെ. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളൊരു തെറ്റും ചെയ്തില്ലേ, പോലീസ് ഫുള്ള് ക്യാമും ഫ്ലാഷും ഫുൾ വെസ്റ്റിലൊക്കെ വന്നിക്കുമ്പോ നമ്മളെ ഹാർട്ട് ബീറ്റ് ഒന്ന് ഇച്ചിരി കൂടും, റേസ് ആകും. ഞാൻ ഏതായാലും താഴേക്ക് പോയിട്ട് എന്റെ റൂമിൽ പോയിട്ട് ഞാൻ ഡോർ അടച്ചില്ല, എന്താ നടക്കുന്നതെന്നൊന്നും അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഇവര് എന്നിട്ട് മുകളിലെ ഡോറിൽ മുട്ടി എന്നിട്ട് ഇവരെങ്ങനെ മുട്ടുക, നീറ്റിലല്ല മുട്ടുക. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവരവരുടെ ഡോമിനൻസും അതോറിറ്റിയാണ്. ഡോണ്ട് പ്ലേ ഗെയിംസ് വിത്ത് us, don't try to play with the fool with me നികേഷ് സുരേഷ് ഗോപി പറഞ്ഞ അപ്പൊ ഇവര് ആ ഡോമിനൻസ് മുട്ടി. അങ്ങനെ ഇവര് തുറന്ന് ഇട്ടോണ്ട് ഹായ്. അപ്പൊ ഒരു ഡയലോഗ് ഡോണ്ട് ട്രൈ ടു പ്ലേ ഫൂൾ വിത്ത് മീ നികേഷ്. അപ്പൊ ഇവര് തുറന്നേ. അപ്പൊ മുകളില് അറബ് ഫാമിലിയിലെ പ്രായമായ ഒരു മൂപ്പരുണ്ട്, കാരണവര് മൂപ്പര തുറന്നേ വന്നേ. അപ്പൊ അപ്പൊ ഈ എന്താ മെയിൽ പോലീസ് ഓഫീസർ ഭയങ്കര ലൗഡും പോലീസ്മാനും ഭയങ്കര ഇതായിട്ടാ സംസാരിക്കുന്നത്. അപ്പം looking for your son Shra എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് നല്ല എന്റെ മോന് ഇവിടെ ഇല്ല, പുറത്ത് പോയതാ. അപ്പൊ ഒന്ന് ഇവനെ വിളിക്കോന്ന് വെച്ച് അങ്ങനെ വിളിച്ചോ. എന്നിട്ട് വിളിച്ചിട്ട് എന്താ ഇയാള് ഫോൺ വാങ്ങിയിട്ട് ഇയാൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഭയങ്കര ഉറക്കം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കേൾക്കാം. അപ്പം hey this is the Toronto Police Department, just want to speak to you buddy എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്നോട് എമിൽപ്പോ പ്രാവശ്യം പറഞ്ഞേ. എമിൽപ്പോ പ്രാവശ്യം ഒരു പോലീസുകാരൻ ഒരാളെ ചേസ് ചെയ്തിട്ട് മറ്റേ ഇങ്ങനെ പിടിച്ച് ഇതൊക്കെ കീഴടക്കിയിട്ട് ഹാൻഡ് കപ്സ് ഒക്കെ ഇടുമല്ലോ, അതേപോലെ ചെയ്യുന്നത് കണ്ടു തന്നെ. എന്നിട്ട് പറഞ്ഞ് എന്താ ഫുള്ള് ഫോഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഇയാളെ കീഴടക്കി നിലത്ത് കടത്ത് കൈ ബാക്കിലേക്കൊക്കെ ആയി ഹാൻഡ് കഫ് ഒക്കെ ഇട്ട് എന്നിട്ട് എണീപ്പിച്ചിട്ട് പറഞ്ഞേ സർ can you please go inside the car എന്ന് പറഞ്ഞു. ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാ സംസാരിക്കാറ്. അപ്പൊ we just want to talk to you buddy, where are you എന്നൊക്കെ വെച്ചാൽ. അപ്പൊ ഇവന്റെ കസിന്റെ വീട്ടിലാണോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഓക്കെ നിന്റെ അഡ്രസ് പറയും, ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാന്ന്. അപ്പം എന്താ ഈ മദറും ഫാദറും ഒക്കെ ചോദിക്കണ്ടേ എന്താ പ്രശ്നം എന്താ ചോദിക്കണ്ടേ. അപ്പൊ പറയണ്ടേ നിങ്ങളെ മകൻ ഒരു അഡൾട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റൂല എന്താണ് ഹിസ് റൈറ്റ് ടു പ്രൈവസി. അത് നിങ്ങൾക്ക് എന്താ പറ്റൂല. അപ്പം ഇയാള് പറയുന്നത് ഐ ആം ഹിസ് ഫാദർ. അറബ്സ് ഇന്ത്യൻസ് അച്ഛനാണ്. അപ്പോൾ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ബട്ട് സിൻസ് ഹി ഈസ് ഓവർ ദ ഏജ് ഓഫ് 18 it's his decision to decide to tell you or not. It's not for us to say. അപ്പൊ ഞാൻ എന്ത് ഡിഫറെന്റ് കൾച്ചറല്ലേ അവിടെ. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാണ് അതാ നല്ലത്. അല്ല ഇതാണ് നല്ലത്. പക്ഷെ നമ്മുടെ നാട്ടിലെങ്ങനെയാ നിങ്ങളെ മോനെ ഫസ്റ്റ് മോൻ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇതുണ്ടാകുക. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വന്നാലും 18 കഴിഞ്ഞാലും പേരൻസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമല്ലോ.
ആണോ? അതെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പയ്യൻ ഇനിയിപ്പോ ഒരു 25 വയസ്സും ആയിക്കോട്ടെ, അല്ലെ ഒരു 23 കോളേജ് പഠിക്കാൻ എന്തോ ആയിക്കോട്ടെ, ആളെ ഒരു കഞ്ചാവിന്റെ ഇതിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലൊക്കെ കണ്ട് പിടിച്ചാല് ഇവര് ആദ്യം പോലീസിനെ വിളിപ്പിക്കും. 23 കോളേജ് പഠിക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരും അവരെ പേരൻസിന്റെ ചെലവിലാണ് അപ്പോഴും ആണ്. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ പേരൻസിനെ വിളിപ്പിച്ച് ചിലപ്പോ സംസാരിച്ചതിന് ശേഷമൊക്കെയായിരിക്കും ഇവര് FIR ഫയൽ ചെയ്യണോ വേണ്ടേന്ന് വരെ വിചാരിക്കാം. കാരണം നാട്ടില് പറഞ്ഞാല് ഇങ്ങനെ ചിലവരിങ്ങനെ ചിലപ്പം ചെറിയ എന്തെങ്കിലും എമൗണ്ട് ഒക്കെ ആയിരിക്കും ഇവരുടെ അടുത്ത് പിടിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവരെ ഫ്യൂച്ചർ ഇതാണ്ടാക്കി പേരൻസിനെ വിളിച്ചൊന്ന് പേടിപ്പിച്ചു. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കൺസ്യൂമേഴ്സിനല്ല ഡീലേഴ്സിനാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, അതായത് സ്കൂള് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഡീലറിനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ വൈ നോട്ട് ദി പോലീസ്? എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ അറിയുണ്ടാവും, പക്ഷെ അങ്ങനെ കണ്ണടക്കാണ്. സോ ദാറ്റ് ദ ബിസിനസ് റൺസ് ബിഹൈൻഡ്. അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഫാദറിനോട് പറഞ്ഞ് ഏജ് ഓഫ് 18 അവന്റെ ഡിസിഷനാണ്, നിങ്ങളോട് പറയണോ വേണ്ടെന്നുള്ളത്. ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് ഇവനോട് സംസാരിക്കാനേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എല്ലാം താഴത്തുനിന്ന് ഇങ്ങനെ കേൾക്കാം. നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ, പ്രിക്കോഷൻ. അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ എന്നിട്ട് ഇവര് ഇറങ്ങി ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇറങ്ങി എല്ലാം അങ്ങോട്ട് വന്ന് ഹാവ് എ ഗ്രേറ്റ് ഡേ ഹാവ് എ ഗുഡ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പോവുകയും ചെയ്ത്. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അറിയില്ല. ഇയാള് ഈ മുകളിൽ നിൽക്കുന്ന അറബ് ഫാമിലിയിലെ ഈ മോനെ ഒരു കാർ ഡീലറാണ്. ഇപ്പൊ എന്തെങ്കിലും ഉടായ്പ കാണിച്ചോന്ന് അറിയില്ല, ഇപ്പൊ എന്തെങ്കിലും സ്മഗിൾ ചെയ്തോന്ന് അറിയില്ല, ഇപ്പൊ ഇത് ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു കേസാണോന്നും അറിയില്ല. പിന്നെ ഇതുമാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഊഹ, അതേപോലെ അതായത് എന്റെ ഒരു ഫ്രണ്ട് ഊഹ ജസ്റ്റ് ഒന്ന് എമർജൻസി നമ്പറിൽ റോങ് ഡയൽ ചെയ്തപ്പോത്തിന് ഇവരെന്തോ ഒരു പ്രശ്നമാണ് വിചാരിച്ച് ഡോറിൽ വന്നതാ. അപ്പൊ അങ്ങനത്തെ എന്തോ ആവാം. അതേപോലെ ഞാൻ പഠിത്തത് ഒരു സ്വപ്നം കണ്ടേ. സ്വപ്നം എന്താന്ന് വെച്ചാല് നമുക്ക് ബേബി ജീനെ നമ്മളെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയി കിട്ടി. നമുക്ക് DJ ശേഖറിനെ കിട്ടിയ പോലെ, അതും ഇൻ പേഴ്സൺ പോഡ്കാസ്റ്റ് ആണ്. എന്നിട്ട് ബേബി ജീൻ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വന്നേക്കുന്ന നമ്മുടെ വീട്ടിലേക്കാണ്. നമ്മളെ ബേസ്മെന്റില് ബേബി ജി ഇങ്ങനെ നിൽക്കാണ് പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ റെഡി ആയിട്ട്. അപ്പൊ എന്നിട്ട് ഞാൻ ഫുള്ള് സെറ്റാണ് റെക്കോർഡ് ചെയ്യാൻ. ഞാൻ സെമീറിനോട് പറഞ്ഞു, സെമീറെ വാടാ റെക്കോർഡ് ചെയ്യാം. അപ്പൊ സെമീർ അവിടെ ഒറ്റ മിനിറ്റ് ഞാൻ എന്റെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും അപ്ലൈ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഓക്കെ. എന്നിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്ത് ഞാൻ സെമീറോട് എടാ വാടാ ബേബി ജീന്റെ ടൈമിനൊന്ന് റെസ്പെക്ട് ചെയ്യും. സെമീർ ഒരു മിനിറ്റ് ഞാൻ റെക്കോർഡ്. ഇവന് ഒരു കൂസലില്ലാതെ ഈ ഇന്റർവ്യൂവിന്റെ സമയത്താണ് ഇവൻ കാര്യമായിട്ട് ഇവന്റെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്ലൈ ചെയ്തോണ്ടിരിക്കണേ. ഞാൻ കണ്ടൊരു സ്വപ്നമാണ്, ഭയങ്കര കോമഡിയാണ്. അതേമാതിരി കഴിഞ്ഞ ഒരു ദിവസം സെമീർ എന്നെ വിളിച്ചിട്ട് പറയാ, എടാ ഞാൻ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ എന്താണ് സ്വപ്നം? അപ്പൊ പറയാം, ഞാൻ ഉറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോ നീ എന്നെ വിളിച്ചിട്ട് പറയാ, എടാ നമ്മളെ പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡിന്റെ ഈ ഒരു ക്ലിപ്പ് മിസ്സിങ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ മണ്ട, അത് സ്വപ്നല്ല, അത് ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ ഉറങ്ങുന്ന ടൈമിൽ ചിലപ്പോ വിളിച്ചതോ. അപ്പൊ സെവീർ ഓ ആണോ ഞാൻ സ്വപ്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെക്കാ നിനക്ക് സ്വപ്ന ഏതാ റിയാലിറ്റി ഏതാ ടൈമില് വിളിച്ചിട്ട് ഞാൻ അടുത്ത് സംസാരിച്ചപ്പോഴേ അങ്ങനെ ആയിപ്പോയതാവും. ഞാൻ ഈ അടുത്ത് എനിക്കൊരു ഒപ്പീനിയൻ എന്റെ മനസ്സിൽ ഉദിച്ചു. ചിലപ്പം ഇത് ഇതേപോലെ ഒരു പ്രശ്നത്തിലേക്കുള്ള ഒരു ഒപ്പീനിയൻ ആയേക്കാം. കോൺട്രവേഴ്സി. പക്ഷെ ഒപ്പീനിയൻ എന്താ വെച്ചാല് എൻ്റെ ഒരു ഐഡിയോളജി വെച്ചിട്ട് ഇപ്പം നമ്മളെ ഈ ഒരു അതായത് നമ്മളെ ചുറ്റും ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, സ്പോർട്സ് പീപ്പിൾ ഉണ്ട്, പല പല മേഖലയിൽ കഴിവ് തെളിയിച്ചവരുണ്ട്. ഇവരുടെ വർക്കിനൊക്കെ അഡ്മയർ ചെയ്യണ അഡ്മയറേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്, ക്രിസ്ത്യാനോ ഫാൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഫാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനും തന്നെ ഇപ്പം ഫുട്ബോളിന്റെ ഭയങ്കര ഒരു അഡ്മയറാണ്. റൊണാൾഡോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മെസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദുൽഖർ സൽമാൻ, മോഹൻലാൽ, പൃഥ്വിരാജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇത്ര ഇൻക്ലൂസിറ്റിവിറ്റിക്ക് പോലും നീ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട്. പക്ഷെ പറയുമ്പോ തന്നെ നീ അഡ്മയർ ചെയ്യുന്നൊരു ലേഡി, മൈ മദർ. ഞാൻ എന്റെ ഉമ്മനെ ഭയങ്കരമായിട്ട് ഞാനും, കാരണം വർക്കിംഗ് വുമൺ ആയിരുന്നു, ഫാമിലി നല്ല രീതിയിൽ നോക്കി, ഞങ്ങളൊക്കെ വളർത്തി. അതെ, സെയിം റീസൺസ്. അതെ, ഭയങ്കര റൈറ്റിയസ്, മോറൽ. അതെ. പക്ഷെ
ഒരു ഫേമസ് ആയിട്ട് എനിക്ക് ഭയങ്കര മിഷേൽ ഒബാമ അതിനൊരു ലേഡി ആണോ അതോ മൈക്കിൾ എന്ന ആണാണോ? എലൻ ഷോലത്ത് വന്ന് ഡാൻസ് കളിച്ചപ്പോഴല്ലേ മുപ്പത്തിന്റെ അവിടെ ഇങ്ങനെ ഒരു പ്രിന്റ് പോലെ കണ്ട പല കോൺസ്പിറസി ഉണ്ട്. ഞാൻ ആലോചിക്കട്ടെ, ആലോചിക്കണമെങ്കിൽ തന്നെ എത്രത്തോളം പിന്നിലാവില്ല അത്. ഇറ്റ്സ് എ മാൻസ് വേൾഡ്. അല്ലല്ല പറയുമ്പോലെ നിന്നെ അഡ്മയർ ചെയ്യണ, അതായത് നിന്നെ അഡ്മയർ ചെയ്യുന്നല്ല, അല്ല ഞാൻ അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് കാണാൻ അല്ല അവരുടെ വർക്ക് ഇഷ്ടപ്പെടുന്ന സ്പോർട്സിലാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആരുമില്ല. കാരണം ഞാൻ സ്പോർട്സ് തന്നെ വളരെ കുറച്ചേ കാണാറുള്ളൂ. പിന്നെ എനിക്ക് ശ്രേയാ ഘോഷലിനെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രേയാ ഘോഷലിന്റെ പാട്ട് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകാര് പെൺകുട്ടികള് ഒരുപാട് പേരെ അഡ്മയർ ചെയ്യണോ. സ്വിഫ്റ്റി അല്ല, പക്ഷെ ആക്ടേഴ്സിലൊന്നും ഞാൻ അങ്ങനെ അഡ്മയർ ചെയ്യണ ഒരു ആക്ട്രസ് അങ്ങനെ എനിക്ക് ശോഭനനാണ്. പിന്നെ അഡ്മിറേഷൻ ആയിട്ട് അങ്ങനെയല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വ്യതിചലിക്കുന്നു. ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ വല്ലാതെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ചാല് ഫാൻസ് ഓക്കെ, പക്ഷെ ഈ ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ടല്ലോ, അതായത് രജനീകാന്തിന്റെ സിനിമ ഇറങ്ങുമ്പോഴത്തേന് കട്ടൗട്ട് കയറ്റി പാലൊഴിക്കുക, അല്ലെങ്കിൽ റൊണാൾഡോന്റെ അതായത് നാട്ടിലെല്ലാവരും കൂടി റൊണാൾഡോന്റെ വലിയ കട്ടൗട്ടും കാര്യമൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ഡൈ ഹാർഡ് സ്വിഫ്റ്റ്, അതായത് അവരുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു ടൈലർ സ്വിഫ്റ്റ് ഫാൻ, അങ്ങനത്തെ ആൾക്കാര് ഇവരൊക്കെ ഞാന് ഭയങ്കര ഒരു ആക്ച്വലി ഡൂയിങ് സംതിങ് റോങ് ഇൻ ദെയർ ലൈഫ് എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. അവർക്ക് അതാണ് ഹാപ്പിനെസ് തരുന്നത്. അല്ല, ഞാൻ പറയുന്നത് എന്താ, ഇപ്പം ബീങ് എ ഫാൻ അല്ലെങ്കിൽ നമ്മൾ അഡ്മയർ ചെയ്യുക, ഫാൻ ആവുക, അതൊക്കെ ഓക്കെ, പക്ഷെ ഡൈ ഹാർഡ് ഫാൻസ് ലൈഫ് അവർക്ക് വേണ്ടി, അതായത് we have much more than that to do in our life. ഇനിയിപ്പം ഇപ്പം നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇപ്പം എല്ലാവരും എല്ലാ സ്കില്ലുള്ളവരാവണമെന്നില്ല, എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എല്ലാവരും സ്പോർട്സ് പീപ്പിൾ അല്ല, എല്ലാവരും ആർട്സ് പീപ്പിൾ അല്ല, അതൊക്കെ ഓക്കെ, പക്ഷെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന രീതി, ഇപ്പം ഒരു 9 to 5 ജോബ്, അവർ വർക്ക് ചെയ്യുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പ്രൊമോഷൻ കിട്ടുക, അതൊക്കെയാണ് അവരുടെ ആ ഒരു ലൈഫിലെ രീതിയിലേക്ക്. ഞാൻ സെമീറിന്റെ ഒപ്പീനിയനായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ സെമീറിന് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അവർക്ക് അത് ഹാപ്പിനെസ് എന്നിട്ട് നമ്മളെ ലൈഫിന്റെ ഒരു ചെറിയ ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ ഇവരുടെ ഫാനാണ്, എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്, ഇവരെ പോസ്റ്റേഴ്സ്. നീ ഷാറുഖ് ഖാന്റെ ഫാൻ എന്ന് മൂവി കണ്ടോ? അടിപൊളി പടാ. അതെ, പക്ഷെ അതില് ആ ഒരു സ്റ്റോറി തന്നെ, അതായത് നമ്മളാര് ഹീറോസിനെ മീറ്റ് ചെയ്യുമ്പോ നമ്മൾ അവരെ ഇഷ്ടപ്പെടൂല. പിന്നെ എന്താന്ന് വെച്ചാല് ഈ സെലിബ്രിറ്റീസ്, ഈ ഇപ്പം സ്പോർട്സ് പീപ്പിൾ ആകട്ടെ, നമ്മള് ആക്ടേഴ്സ് ആവട്ടെ, സിംഗേഴ്സ് ആകട്ടെ, ഏതൊരു രീതിയിലുള്ള സെലിബ്രിറ്റി ആകട്ടെ, ഇവരെ നമ്മൾ അവരുടെ ആ ഒരു വർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നടന്മാരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അവരെ അഭിനയം കണ്ടിട്ടാണ്. പക്ഷെ അവരുടെ റിയൽ ലൈഫിലെ സ്വഭാവം അങ്ങനെ ആകണമെന്നില്ല. ഇപ്പൊ ഷാറുഖ് ഖാന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഷാറുഖ് ഖാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഷാറുഖ് ഖാന്റെ മൂവിയിലെ ഒരു ബോയ് ഫ്രണ്ട് ആയ ആ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടാണ്. പക്ഷെ ഷാറുഖ് ഖാൻ റിയൽ ലൈഫിൽ അങ്ങനെ ആകണം എന്നില്ല. പക്ഷെ ഷാറുഖ് ഖാനും പക്ഷെ ഷാറുഖ് ഖാൻ തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആക്ച്വലി ഇങ്ങനെയൊന്നല്ല റിയൽ ലൈഫില്, ക്യാമറന്റെ മുന്നിൽ ഞാൻ എന്റെ ഈ ഒരു സ്റ്റാർ എന്നുള്ള പേഴ്സോണ ഞാൻ ടേൺ ഓൺ ചെയ്യണം. പക്ഷെ ഞാന് റിയൽ ലൈഫിൽ ഭയങ്കര ഒരു ഷൈ പേഴ്സൺ ആണ്. ഞാന് ആരോടും അധികം മിങ്കിൾ ചെയ്യാത്ത ഒരാളാണ്. പൃഥ്വിരാജ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് അതായത് പണ്ടത്തെ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വന്ന ടൈമില് മലയാളികൾ തന്നെ ഇവനൊരു അഹങ്കാരിയാണ്, ഇവന് ഇപ്പൊ തന്നെ ഇവന്റെ പീക്കിൽ വന്നതിന്റെ അഹങ്കാരാണ്, ഇവ അധിക കാലമൊന്നും പോവില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, മുദ്ര കുത്തിയ ആൾക്കാർ തന്നെ ഇപ്പം അത് മാറ്റി പറഞ്ഞു. പക്ഷെ അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് പണ്ടും ഇങ്ങനെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് കീപ്പ് ചെയ്തത്. ഇപ്പോഴും മൂപ്പരാരുടെ സ്വഭാവം അങ്ങനെ. എന്നിട്ട് മൂപ്പര് തന്നെ പറയട്ടെ, എനിക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഇല്ല, ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് റിയൽ ഞാൻ, കാരണം എനിക്ക് റിയൽ ലൈഫിൽ ഐ ഡോണ്ട് വാണ്ട് ടു ആക്ട്. അതാണ് മൂപ്പര് സിമ്പിൾ വേർഡ്സ്. റിയൽ ലൈഫിൽ യു ഡോണ്ട് വാണ്ട് ടു ആക്ട്. പിന്നെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിനയം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ്. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ എന്നോട് വന്നിട്ട്, ഒരു സ്ട്രേഞ്ചർ എന്നോട് ഹായ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ വൈ സേയിങ് ഹായ് ടു മീ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരാറ്. അതായത് വേറെ ആക്ടേഴ്സും സെലിബ്രിറ്റീസിന്റെയും പോലെ എനിക്കിങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിറ്റൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല.
എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ മൈ പോയിന്റ് ഇസ് ദിസ്, ഞാൻ എപ്പോഴും ഈ നാട്ടിലൊക്കെ ഞാൻ കുറെ ചെക്കന്മാരെ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഫാൻസ് അസോസിയേഷൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രസിഡന്റോ വൈസ് പ്രസിഡന്റ്, ഇവരിങ്ങോട്ട് ഈ സെലിബ്രിറ്റീസിന് വേണ്ടി ഓരോ ജീവൻ വരെ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ ഈ സെലിബ്രിറ്റീസ് ഇവരെ ഇത്രത്തോളം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ അതോ ഇവരെ എക്സിസ്റ്റൻസ് തന്നെ ഇവരെ അറിയുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. നാട്ടില് ജൂലൈ 28 ആവുമ്പോൾ മലപ്പുറം ഹിൽ ടോപ്പിൽ, അതായത് കോട്ടക്കുന്നില് എപ്പോഴും ദുൽഖർ സൽമാൻ ഫാൻസുകാര് കേക്ക് കട്ട് ചെയ്യലുണ്ട്. ജൂലൈ 28 ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ദുൽഖർ സൽമാൻ പോയിട്ട് ദുൽഖർ സൽമാന്റെ PA പോലും ഇത് അറിയണില്ല. മലപ്പുറത്ത് കോട്ടക്കുന്ന് ഇത്രയും കുറച്ച് പിള്ളേർ ദുൽഖർ സൽമാനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യേണ്ടത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചില ഫാൻസുകാരെ ഞാൻ കണ്ടാണ് ഇവര് ഈ ഒരു ബാനറിൽ വല്ല അന്നദാനം നടത്തുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടത്താം, അതൊക്കെ ഓക്കെ. പക്ഷെ ഇറ്റ് ഓൾ ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ഹോൾ ലൈഫ് ഇത് സറൗണ്ട് ചെയ്തിട്ടാണ്. ഞാൻ ഇതിനെ കുറിച്ച് ഒരു പ്രാവശ്യം ഞാൻ സെമീറിനോട് ഈ സ്റ്റോറി പറഞ്ഞതാണ്. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, ഇപ്പോൾ ഫ്രണ്ടിന്റെ ഒരു പേര്, ഒരു റാൻഡം പേര് നീ പറയൂ. റോസി. പെൺകുട്ടിയാണ്. ആൺകുട്ടി. റോസൻ. നീ അത് കൊളാക്കി. ക്രിസ്റ്റി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ക്രിസ്റ്റിന്റെ കൂടെ ഞാനൊരു ഡിന്നറിന് പോയി. അല്ല, ഒരു പരിപാടിയായിരുന്നു, ഫംഗ്ഷൻ ആയിരുന്നു. അപ്പം ഡിന്നറിന് പോയി. അങ്ങനെ ഈ ക്രിസ്റ്റീന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ ഈ ക്രിസ്റ്റീന്റെ ഒരു ഫ്രണ്ടിന് ഒരു അഹമ്മദ് എന്ന് പേരിടാം. ഈ അഹമ്മദ് എന്നുള്ള ഒരു പയ്യനെ വന്നു. അപ്പൊ ഇവര് കണ്ടപ്പോ എത്ര കാലായി കണ്ടിട്ട് ഭയങ്കര ഇതായിട്ട് അഹമ്മദിനെ കണ്ട. എനിക്ക് ഈ അഹമ്മദിനെ അറിയില്ല. അപ്പൊ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അഹമ്മദ് കണ്ടിട്ട് ഇയാളെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 3 ആൾക്കാർ ഇരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അഹമ്മദ് പറഞ്ഞേ, എന്താണ് ലൈഫിലെ പുതിയ സംഭവം, എനിക്ക് ഈ സ്റ്റോറി അറിയാലോ. ഞാൻ സെമീറിനോട് പറഞ്ഞതാ. ഞാൻ ഭയങ്കര ഒരു ലൈഫ് ലെസൺ ആയിട്ടാണ് ഞാൻ ആ എന്താ വെച്ചാൽ ഈ അഹമ്മദിനെ എനിക്ക് ഒരു പരിചയമില്ല. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. ഇവര് കുറേ പരിചയമുണ്ട്. സെമീറിന് പിന്നീട് ഇയാളെ മനസ്സിലായത്. സെമീറിനോട് പറഞ്ഞേ ഇയാളെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞത്. എന്നിട്ട് അപ്പൊ ഈ അഹമ്മദ് എന്നിട്ട് ഇരുന്ന് അങ്ങനെ ഇവര് ക്യാച്ചപ്പ് ചെയ്യാണ്. ലൈഫ് കുറെ കാലമായി. മൂപ്പര് എന്നിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് നേരെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് അങ്ങനെ സർഫേസ് ലെവൽ, നീ ഇപ്പൊ എവിടെയാ താമസം, നീ ഇപ്പൊ എന്ത് ജോലിയാ ചെയ്യുന്നത്, ഓക്കെ. എന്നിട്ട് പറഞ്ഞ് നീ ഈ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റി പറഞ്ഞു, ആ സിനിമ ഞാൻ കണ്ടു. എന്താ അടിപൊളി സിനിമ അല്ലേ. അപ്പൊ ഈ സിനിമ, അപ്പൊ ആ സിനിമ ഞാൻ കണ്ടു. ഇതോ, ഇല്ല അത് ഞാൻ കണ്ടില്ല. അതിന്റെ ഈ പ്ലോട്ട് ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ്, സീരീസ് അങ്ങനൊക്കെ പറഞ്ഞേ. എന്നിട്ട് പിന്നെ പറഞ്ഞ് നീ ഈ സീരീസ് ഉണ്ടോ. അപ്പോൾ അന്ന് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 1 ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺ കണ്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടു. എന്തോ അല്ലേ എന്ന് പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞേ നീ ഈ സീരീസ് ഉണ്ടോ. അപ്പോൾ എന്താ, അപ്പോൾ മുപ്പരാണ് ഇല്ല ഞാൻ. എന്നിട്ട് മുപ്പരാണ് ഞാൻ ആ സീരീസ് ഇരുന്ന് ഫുള്ള് കണ്ട്. എന്നിട്ട് നീ ഈ സീരീസ് കണ്ടതാ. അപ്പോൾ ഞാൻ കണ്ടതാ. ഞാനത് റീവാച്ച് ചെയ്ത്. എന്നിട്ട് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ അങ്ങനെ നല്ല സീരീസ് ഒന്നും ഇറങ്ങുന്നില്ല, നല്ല സീരീസ് അല്ല, പുതിയ സീരീസ് ഒന്നും ഇറങ്ങുന്നില്ല. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ പേഴ്സണെ ആദ്യമായിട്ട് കാണാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു മനസ്സില്, ഇവര് കുറേ വർഷമല്ല കുറെ കാലത്തിന്, വർഷങ്ങളായോന്ന് എനിക്കറിയില്ല, കുറെ കാലത്തിന് ശേഷം കാണാണ്. എന്നിട്ട് ഇവര് ക്യാച്ചപ്പ് ചെയ്യുമ്പോൾ മൂപ്പർക്ക് പറയാനുള്ള വേറെയുള്ള ആൾക്കാരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും മൂപ്പര് വേറെ ആൾക്കാരുടെ അക്കംപ്ലിഷ്മെന്റ്സ് മൂപ്പര് ഇങ്ങനെ ഒരു കാണിയായി നിന്നിട്ട് ഈ മൂവീസ് സീരീസ്, അതെ, ഈ മൂവീസിലെ നടന്മാരും അവരുടെ വലിയ വർക്കും കാര്യങ്ങളും ഒക്കെ മൂപ്പര് ഇങ്ങനെ കണ്ടു നിന്നു. അപ്പൊ ഇത്ര മൂപ്പര് ഒരു മണിക്കൂറുകൾ സംസാരിച്ചു. ആ മണിക്കൂറുകൾ സംസാരിച്ചിട്ട് ഞാൻ ഇത് ചെയ്തു, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പുരോഗമനം ഉണ്ടായി, ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറയാനുള്ള ഒരു ഇത് എലമെന്റ് മൂപ്പരുടെ ലൈഫിലില്ല. മൂപ്പര് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിലെ അക്കംപ്ലിഷ്മെന്റ്സിലെ വെറും ഒരു കാണി, ഒരു വ്യൂവർ, ഗാലറിയിലുള്ള ഒരു പേഴ്സൺ. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ സെൽഫ് അനലൈസ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒരാളെ കാണുകയാണെങ്കിൽ ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിച്ചു. അന്ന് ആ ടൈമിൽ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഐസ് സ്കേറ്റിങ്ങിന് പോയി, ഞാൻ ആദ്യമായിട്ട് സ്കീയിങ്ങിന് പോയി, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള പല കാര്യങ്ങളും ഞാൻ ടിക്ക് ചെയ്തു, ഞാൻ വേറൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്തു, എൻ്റെ ബ്രദർ എൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പോൾ പോഡ്കാസ്റ്റ് ഉണ്ട്, വ്ളോഗ് ഉണ്ട്, നമ്മൾ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
മെയിൻ ക്യാരക്ടർ അപ്പൊ ഇത് ഞാൻ വേറൊരാള് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഇൻസ്റ്റഗ്രാം റീലിലും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ അഹമ്മദിനെ കുറിച്ച് ഒരു മൂവി ഉണ്ടാക്കുകയാണെങ്കിൽ അഹമ്മദിന്റെ സ്വന്തം മൂവിയില് അഹമ്മദ് ഒരു സൈഡ് ക്യാരക്ടർ ആയിരിക്കും. മൂപ്പരുടെ ഒരു മൂവിയില് മൂപ്പരെ കുറിച്ചുള്ള ഒരു മൂവിയിൽ പോലും മൂപ്പര് മെയിൻ ക്യാരക്ടർ. ഞാനൊരു റീല് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും വിചാരിക്കേണ്ടി വെച്ചാല് മൂവി ഈസ് റണ്ണിങ് ആൻഡ് യു ആർ ദ ഹീറോ ടു വാട്ട് ദ ഹീറോ ഡസ്. അതെ, ഞാന് ചെറിയ കുട്ടിയായപ്പോ ഞാനിങ്ങനെ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ഞാനിങ്ങനെ ഐ ആം ദ മെയിൻ ക്യാരക്ടർ ഓഫ് മൈ ലൈഫ്, എൻ്റെ ലൈഫ് ഒരു മൂവിയാണ്, അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല് ഇത് ഭയങ്കര ഒരു സെൽഫ് ഒബ്സഷൻ ആണോ നാർസിസിസം ആണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഐ എം ടു ഫോക്കസ്ഡ് ഓൺ മൈസെൽഫ്, ഞാൻ വലിയ എന്തോ ആണ്, ഞാൻ മെയിൻ ക്യാരക്ടർ ആണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ്. അപ്പൊ ഞാൻ സെൽഫ് ഒബ്സസ്ഡ് ആണോ, എനിക്ക് ഭയങ്കര ഈഗോ ഉള്ളതാണോ, ചുറ്റുള്ളതൊന്നും കാണുന്നില്ല, നമ്മളാണോ മെയിൻ പ്രയോറിറ്റി ചെയ്യുന്നത്, അങ്ങനൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ജോ റോഗന്റെ പോഡ്കാസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ ജോ റോഗൻ അതിലൊരു പ്രാവശ്യം പറയുന്നുണ്ട്, ഇമാജിൻ നിന്നെ ഒരു ക്യാമറ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, നിങ്ങൾ അങ്ങനെ ലേസി ആയിട്ട് കടന്നുറങ്ങോ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒരു മൂവി ആയിട്ട് ട്രീറ്റ് ചെയ്യണം, എന്നിട്ട് ആ മൂവിയിലെ മെയിൻ ക്യാരക്ടറാണ് നിങ്ങൾ എന്ന് വിചാരിക്കണം. അപ്പൊ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോ റോഗൻ പോലത്തെ ഒരാൾ ഇങ്ങനെ ഒരു അഡ്വൈസ് തരുമ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് ആരും പറയാതെ എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ചിന്താഗതിയാണ് ഉള്ളത്. അപ്പൊ ഇത് നാർസിസിസം, ഒബ്സഷൻസ്, ഈഗോ, അറഗൻസ് ഒന്നും അല്ല, ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക് എനിക്ക് ഫീൽ ചെയ്ത്. അത്ര അപ്പൊ സെമീർ ഈ ഫാൻ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ വേറെ ഉള്ള ഒരാൾക്ക് വേണ്ടി ഇവര് ആരാന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ ഒരു ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ അങ്ങ് ഓർമ്മ വന്നു. ലോങ് സ്റ്റോറി ഷോർട്ട്, സംഭവമൊക്കെ രസമാണ് ഇഫ് ഇറ്റ്സ് ലൈക്ക് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. പക്ഷെ ഇറ്റ് ഷുഡൻ ബി യുവർ ലൈഫ്, ഹോൾ ലൈഫ് സറൗണ്ടിങ് അറൗണ്ട് ഇറ്റ് എന്നുള്ള പോലെ ആവരുത്. അത്രേ ഉള്ളൂ സംഭവം. വളരെ കോൺട്രവേഴ്ഷ്യൽ ക്യാൻസൽ സെമീർ റോഷൻ. അത് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരു അക്കോംപ്ലിഷ്മെന്റ് പറയണേ, ഒഫീഷ്യൽ ഹ്യൂമൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മളെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതപ്പെട്ടു. ഒഫീഷ്യൽ ഹ്യൂമൻസ് ഓഫ് കേരള, വാട്ട് ദേ ബേസിക്കലി ഡു ഇസ് ദാറ്റ് ഇവര് ഈ കേരളത്തിലുള്ള അടിപൊളിയായിട്ടുള്ള പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഭയങ്കര നിന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറ, അങ്ങനല്ല, സക്സസ്ഫുൾ ആയ സ്റ്റോറീസ്, അത് മല്ലൂസ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഇവര് ആർട്ടിക്കിൾ ആക്കിയിട്ട് ഇവര് പബ്ലിഷ് ചെയ്യും, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ നോ മോർ അബൌട്ട് ഇറ്റ്. അങ്ങനെ അതില് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റും ഇതൊക്കെ കാരണം ടു മലയാളീസ് ഹു ഹാവ് എ പോഡ്കാസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ ഇവര് നമ്മളൊരു ഫീച്ചർ എഴുതി ഞങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കേട്ട് നോക്കാം, വായിച്ചു നോക്കാം. ഞാൻ സത്യം പറയാം, ഇത് എങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വാട്സാപ്പിൽ ഒരു ഓഡിയോ കോൾ ആയിരുന്നു. ഞാനുണ്ടായിരുന്നു, സെമീർ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അല്ലേ, എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മല്ലേ? എന്താണ്, അതായത് കോള് നടന്നൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ എത്ര ആൾക്കാർ ആരുണ്ടായിരുന്നു? ഒരു പെൺകുട്ടി. ഓർമ്മ ഉള്ളവര് പറയൂ. നിനക്ക് എങ്ങനെ ഇത് ഓർമ്മ ഇല്ലാതിരിക്കുന്നത്? ഞാൻ എന്തൊക്കെ കാര്യങ്ങളാ ലൈഫിൽ നടക്കണേ. കണ്ടോ അക്കോംപ്ലിഷ്മെന്റ്സ്. സെമീറാണ് സെമീറിന്റെ ലൈഫിലെ മെയിൻ ക്യാരക്ടർ. അത് ഞാൻ തന്നെ, കൊടുക്കില്ല ഞാൻ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റോറി ഒക്കെ പറയാൻ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സെമീർ ഇങ്ങനെ പറഞ്ഞു, ഞാനും സെമീറും 8ാം ക്ലാസ് മുതൽ ഞങ്ങളും തന്നെ ഇവരോട് ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ പറഞ്ഞു. അതായത് കുറച്ച് ഞാൻ പറയും, കുറച്ച് അങ്ങനെ അങ്ങോട്ട് ഇവരും തന്നെ കേട്ടപ്പോ ഇവർക്ക് തിരിച്ചു ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻസും കാര്യമായിട്ടില്ല. കാരണം നമ്മളെല്ലാം നല്ല വൃത്തിക്ക് അവർക്ക് പറഞ്ഞു എടുത്തു. എന്നിട്ട് അവരും പറഞ്ഞു നമ്മളോട്, അത് നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഞാൻ കേട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറിയിൽ ഒന്നായിരുന്നു. അത് എനിക്ക് ഓർമ്മയില്ല. സെമീർ only cares about himself. അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞ്, എന്നിട്ട് പിന്നെ ഈ ആർട്ടിക്കിൾ വന്നപ്പോ ഞങ്ങൾ ഇന്റർവ്യൂ മലയാളത്തിലായിരുന്നു, പക്ഷെ ആർട്ടിക്കിൾ ഇംഗ്ലീഷിലായിരുന്നു. വായിച്ചപ്പോ നല്ല അടിപൊളിയായിട്ട് എഴുതി. അതെ, ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് നല്ല രീതിയിലാണ് എഴുതിയിട്ട് അവർ ഇതാക്കിയത്. നമ്മളെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താന്ന് ചോദിച്ചു, എങ്ങനെ പോഡ്കാസ്റ്റ് തുടങ്ങിയെന്ന് ചോദിച്ചു, ഞാൻ സെമീർ തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചു, നമ്മളെങ്ങനെ ബെസ്റ്റ് കോമഡി പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മള് നോമിനേറ്റ് ആയതും ജയിച്ചതും ആ സ്റ്റോറി ഉണ്ട്. പിന്നെ നമ്മളെ പോഡ്കാസ്റ്റ് ഗസ്റ്റുകൾ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, വായിച്ചു നോക്കൂ. അതെ, ഞാനൊരു ഫണ്ണി സ്റ്റോറി ആണെന്ന് പറയണില്ല, വേണ്ട, ഒരു സാധാരണ സ്റ്റോറി കേട്ടോ, തീരെ ഫണ്ണിയല്ല. അപ്പം നിനക്കറിയാം മലയാളത്തിലും ഹിന്ദിയിലും തന്നെ
കുറെ വാക്കുകളുണ്ട്, അതായത് പ്രൊനൗൺസിയേഷൻ സെയിം ആണ് പക്ഷെ മീനിങ് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പൂച്ച എന്ന് വെച്ചാല് ചോദിച്ചോ എന്നുള്ളൊരു അർത്ഥമാണ് ഹിന്ദിയില്, പക്ഷെ നമുക്കത് ക്യാറ്റാണ്. അച്ഛ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ അത് ഗുഡ് എന്നാണ്, നമുക്കത് അച്ഛനാണ്, ഡാഡി. അപ്പം ഇതേപോലെ കുറെ വാക്കുകളുണ്ട്. അപ്പൊ ഞങ്ങള് 10th ഗ്രേഡില് ഞങ്ങള് നാഷണൽസ് ടൂർണമെന്റ് കളിക്കാൻ പോയിരുന്നല്ലോ. ഓക്കെ, അപ്പൊ CBSE നാഷണൽ ഫുട്ബോൾ. അപ്പൊ 10th ഗ്രേഡിലായപ്പോ നമ്മളെ സ്കൂൾ ടീമിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാനും 2 വേറെ പയ്യന്മാരെ 10th ഗ്രേഡിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ ടീമില്, ബാക്കിയൊക്കെ ഞങ്ങളെ സീനിയേഴ്സ് ആയിരുന്നു ഫുട്ബോളില്. ഞങ്ങളെ നാഷണൽസ് നടന്നത് ഉത്തർപ്രദേശിലെ വാരാണസി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാരാണസിയില് ആസ്റ്റർ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളാണ് ഈ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്തത്. സ്ഥലം അടിപൊളി സ്ഥലമാണ്. അവിടെ മറ്റേ ഗംഗാ നദി ആണല്ലോ വാരാണസിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. വാരാണസി അല്ലെങ്കിൽ ചില ആൾക്കാർ അതിനെ കാശി എന്ന് പറയും, കാശിക്ക് പോവാ. കാശി എന്ന് വെച്ചാല് ഈ വാരാണസി എടാ എന്തൊക്കെയാണ് ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്, എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത്. അപർണ പ്രേംരാജ് നമ്മളോട് പറഞ്ഞു എന്തോ ഈ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകണം തീർത്ഥാടനത്തിന്. കാശിയാവോ? അല്ല, കേദാർനാഥ്. അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചു അതെന്താ സ്ഥലം എന്ന് ചോദിച്ചു. എനിക്കറിയായിരുന്നു. അപ്പം കാശി, വാരാണസി, പിന്നെ ബനാറസ്, ഈ 3 പേരുകളൊക്കെ ഈ ഒരു സ്ഥലത്തിന് പറയണം. അപ്പൊ ഇത് പറഞ്ഞാൽ ഹിന്ദുയിസം കൾച്ചറൊക്കെ റിലീജിയൻ ഫോളോ ചെയ്യണവരെ ഒരു മെയിൻ പിൽഗ്രിമേജ് പ്ലേസ് ആണ്. അപ്പം ഈ ഗംഗാ നദി എന്ന് പറഞ്ഞാൽ വൻ പൊള്യൂട്ടഡാ. കാരണം ഈ ഡെഡ് ബോഡീസ് ബേൺ ചെയ്തിട്ട് ഇവർ ഈ ആഷസ് ഒക്കെ ഈ റിവറിലാണ് ഒഴുക്കുക. പിന്നെ കുറെ വേസ്റ്റും കാര്യമൊക്കെ പോകുന്നുണ്ട്. അപ്പൊ വൻ പൊള്യൂട്ടഡ് ആണ്. ഞങ്ങളാണ് ഡിസംബറിലാണ് അവിടെ പോയത്. ഡിസംബറിൽ അവിടെ പോയപ്പോൾ ഈ അവിടുത്തെ ഒരു ക്ലൈമറ്റ് പറഞ്ഞാൽ 6 ഡിഗ്രി 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ. ആ ഒരു 10th സൗദിയിൽ ഇത്രയും കാലം അവിടെ ജീവിച്ച് വളർന്നപ്പോ അതായിരുന്നു നമ്മളൊരു ലോവസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത്. അതും ഞങ്ങള് ടൂർണമെന്റ് നടക്കുന്ന December 25 to Jan 1. അപ്പൊ ഞങ്ങൾക്ക് ക്രിസ്മസും ന്യൂ ഇയറും അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫുള്ള് അടിപൊളിയായിരുന്നു. മെയിൻ അത് പിന്നെന്ന് വെച്ചാല് ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഗംഗാ നദിയൊക്കെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോ വൻ തണുപ്പല്ലേ. ഞങ്ങളാണെങ്കിൽ ഫുള്ള് വൻ കട്ടിയുള്ള ക്ലോത്ത്സും ഗ്ലൗസും പിന്നെ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ പോയപ്പോ കുറെ സ്വാമിമാരും സന്യാസിമാരൊക്കെ വെറും അവരുടെ കോണകത്തിൽ ഇവര് പോയിട്ട് ഗംഗാ നദിയിൽ ഡിപ്പ് ചെയ്ത് ഈ തണുപ്പത്ത് ഈ തണുപ്പത്ത് മറ്റേ ഇവിടെ നമ്മളിതിനെ ഐസ് എന്ത് പ്ലഞ്ച് പോളർ പ്ലഞ്ച് അങ്ങനെ എന്തൊക്കെയൊക്കെ പറയും. പക്ഷെ അവിടെ ഇവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എത്രയോ വർഷങ്ങളായിട്ട്. ക്രെഡിറ്റ് എടുക്കാനൊന്നും നിൽക്കാറില്ല. അതെ. പിന്നെ ഞാൻ കുറെ അഗോറീസിനെ കണ്ട്. അഗോറീസ് എന്ന് വെച്ചാല് ഈ ശിവന്റെ ഭയങ്കരമായിട്ടുള്ള ഭക്തന്മാരാണ് ഇവര്. ഈ ചിലപ്പോ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഫുള്ള് മൂട്ടിയൊക്കെ ഇങ്ങനെ ബ്രൈഡ് ചെയ്ത് ഇവിടെ നെറ്റിയിലൊക്കെ ഫുൾ ഭസ്മൊക്കെ ഇട്ട് ആകെ ഒരു കോലയും. ഇവരിങ്ങോട്ട് ഫുള്ള് ചില്ലത്തിൽ ഇങ്ങനെ കഞ്ചാവൊക്കെ വലിച്ച് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് വരുന്നത്. അറസ്റ്റ് ഒന്നും ചെയ്യില്ല കഞ്ചാവായിട്ട്. അല്ല, കാരണം എന്താന്ന് വെച്ചാല് ഒന്ന് ഏതോ ഒരു ടെമ്പിളില് ബാങ്ങാണ് അവര് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ബാങ് എന്ന് വെച്ചാല് ഈ കഞ്ചാവ് ഇവര് മറ്റേ ഉരുട്ടി ഇതാക്കിയിട്ട് അതിന്റെ ഒരു വെള്ളം പോലെ ഉണ്ടാക്കും. അത് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഭയങ്കര കോമൺ ആണ്. എന്നിട്ട് അത് ഒരു ഗ്ലാസ് കുടിച്ചാല് ഭയങ്കരമായിട്ട് ദൈവത്തെ കാണാം. എന്നിട്ട് കുറെ വ്ളോഗേഴ്സിന്റെ വ്ളോഗൊക്കെ ഉണ്ട് ഇവര് അത് കുടിച്ചിട്ട് അവർ എക്സ്പീരിയൻസ് ഇതാക്കുന്നത്. മല്ലു വ്ളോഗേഴ്സ്. ഞാൻ കാണാറില്ലല്ലോ വ്ളോഗ്, ഞാനല്ല മെയിൻ ക്യാരക്ടർ. ഞാകെ കാണുന്ന ഒരു വ്ളോഗ് വെന്റതാണ്. അത് തന്നെ ഇവൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ. അതെ. അപ്പം ഈ ഒരു സംഭവമാണ് ഇവര് പ്രസാദമായിട്ട് കൊടുക്കുക ഈ ഒരു ടെമ്പിളില്. അപ്പം ഇവരെ എൻ്റെ ഒരു നാട്ടിലൊരു ഫ്രണ്ട് വരെ പറഞ്ഞിട്ടുണ്ട് ഇവരെ മതത്തില് ശിവൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഇവര് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അഗോറീസിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു നാഷണൽ
നാഷണൽസിന് പോയപ്പോഴാണ്. അപ്പം അഗോറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അല്ലു അർജുന്റെ ഹീറോ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ആൾക്കാരെ എക്സിസ്റ്റ് ചെയ്യണൊക്കെ കാണുന്നത്. അപ്പൊ ഇവരങ്ങനെ കുളിക്കുക അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ എന്തൊക്കെ ഒരു റിച്വൽസ് ഇവരുടെ പിന്നാലെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു സ്ഥലത്താണ്, വാരാണസി പറഞ്ഞ ഈ സ്ഥലത്താണ് മറ്റേ ഡെഡ് ബോഡീസിനെ ബേൺ ചെയ്യുന്നത്. അവിടുത്തെ ഭയങ്കര ഒരു റിച്വലാണ്. അതായത് കുറേ ആൾക്കാർ ഇവിടെ ഡെഡ് ബോഡീസിനെ ബേൺ ചെയ്ത് ആ ആഷസ് ഈ ഗംഗാ നദിയിൽ ഒഴിക്കാൽ ഈ മരിച്ച ആൾക്ക് മോക്ഷം കിട്ടും, പീസ്ഫുൾ സോളാവും എന്നൊക്കെ വിശ്വസിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു ഏരിയയിൽ പോയാൽ ഈ ഡെഡ് ബോഡീസ് ബേൺ ചെയ്യുന്നത് നമ്മൾ കാണും. അത് പറഞ്ഞാൽ ഭയങ്കര, ഞാനന്ന് 10th, എനിക്കന്ന് 16 വയസ്സുള്ളൂ. ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. കാരണം അവിടെ പറഞ്ഞാൽ ഫുള്ള് ഈ തീയും ഇതും അങ്ങനത്തത്. പിന്നെ പറഞ്ഞാൽ ഈ ഡെഡ് ബോഡീസ് ബേൺ ചെയ്യണതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കും. ഞങ്ങൾ കേട്ടിട്ടില്ല, കാരണം ഞങ്ങള് പറഞ്ഞാല് ഈ ഗംഗാ നദിയിലൂടെ ബോട്ടിങ്ങിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലിങ്ങനെ കയറി പോകുമ്പോൾ നമ്മളിങ്ങനെ കണ്ടതാണ്. പക്ഷെ അതിന്റെ അടുത്തുനിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കള്ള്, ബ്രെയിന് ഇതൊക്കെ ഇതാവുന്നതും, അതായത് ഇപ്പൊ ഈ ഒരു ബ്രെയിൻ ഒരു തീയിലിട്ടാൽ സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ട് നമ്മളിങ്ങനെ കേൾക്കും. പിന്നെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് ഇയാള് ഈ വീഡിയോഗ്രാഫറായാലും അല്ല, ഫോട്ടോഗ്രാഫറിന്റെ ഒരു റീല് അയാൾ ചെയ്ത ഒരു പേഴ്സണൽ റീൽ, അയാൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പം മൂപ്പര് പറയാണ്, ഞാൻ ഈ കാശിയിലുള്ള ടൈമിൽ ഈ ഡെഡ് ബോഡീസിന്റെ അടുത്തായിരുന്നു. അപ്പം എന്നോട് അവിടെയുള്ള പൂജാരി വാൺ ചെയ്തതാണ്, ഈ ഡെഡ് ബോഡി കത്തിക്കുമ്പോൾ ഈ ബോഡി കിടക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്നു. അതായത് ഇത് ജീവൻ കൊണ്ടല്ല, ജീവൻ ഉണ്ടായിട്ടല്ല, എന്തോ ഒരു റിയാക്ഷൻ വരുമ്പോൾ നമ്മളെ ബോണും മസിൽസ് ഒക്കെ എന്തൊക്കെയോ ഫയർ ആയിട്ടുള്ള റിയാക്ഷൻ വരുമ്പോൾ ഈ ബോഡി ഇങ്ങനെ വന്നിരിക്കും. അപ്പൊ അത് സൂക്ഷിക്കണം, പേടിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ഇയാള് പറയാ, ആ ഒരു മോമെന്റ് കഴിയുമ്പോ തന്നെ എൻ്റെ മുന്നിൽ ഒരു ഡെഡ് ബോഡി, എൻ്റെ നേരെ മുന്നിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട് എണീച്ച് ഇന്ന്. ഞാൻ അപ്പൊ തന്നെ എൻ്റെ ക്യാമറ എടുത്താണ്ട് ഫോട്ടോ എടുത്തു. എനിക്ക് കണ്ടപ്പോ ആരും പേടി, പക്ഷെ ഞാൻ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് എൻ്റെ മസിൽ മെമ്മറിയിൽ ഫോട്ടോ എടുത്ത്, എന്നിട്ട് ആ ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോയിൽ ആ ബോഡി ഇങ്ങനെ കരിഞ്ഞ്, അതായത് നമ്മള് സിനിമയിലൊക്കെ ഒരു ഗോസ്റ്റിന്റെ അത് റിയൽ ലൈഫിൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഫോട്ടോഗ്രാഫറിന്റെ ഒരു മസിൽ മെമ്മറി. ട്രംപിനെ ഷൂട്ട് ചെയ്തപ്പോ, എക്സ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്തപ്പോ എല്ലാരും വെടി വരുമ്പോ 3-4 സ്നൈപ്പർ ഷോട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാരും കുനിഞ്ഞപ്പോ ഫോട്ടോഗ്രാഫർ കുനിയാതെ ക്യാപ്ചർ ചെയ്യാം. ഒന്ന് ആലോചിച്ച്, അങ്ങനെയാണ് ആ ഐക്കോണിക് ഫോട്ടോ ഉണ്ടായത്. ട്രംപ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റെഡ് ചോരായിട്ട് ബാക്കിൽ അമേരിക്കൻ ഫ്ലാഗ്, സീക്രട്ട് സർവീസ് ട്രംപിനെ ഇങ്ങനെ കവർ ചെയ്തു. ട്രംപ് അതിന്റെ ഇടയിൽ പുറത്തേക്ക് കൈയിട്ടിട്ട് ഫൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഐക്കോണിക് ഫോട്ടോ. അല്ല, അത് കുറെ ഉണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗ് ഉണ്ട്, അവളുടെ ഉപ്പന്റെ ഏട്ടൻ എന്നുള്ളത് ഭയങ്കര ജേർണലിസ്റ്റും ഫോട്ടോഗ്രാഫറും സംഭവമൊക്കെ. അപ്പം ഇവര് പറഞ്ഞിട്ടുണ്ട്, ഈ ബാബരി മസ്ജിദ് തകർക്കുന്ന ടൈമില് മൂപ്പര് അവിടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഇങ്ങോട്ട് ഈ ഫോട്ടോസും, അതായത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം, അത്രക്കും റിസ്ക്. അവർ ഈ റിപ്പോർട്ടേഴ്സിന് ഇവരൊക്കെ കൊല്ലാണ്. അപ്പം മൂപ്പര് ഈ ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇവരുടെ അടുത്ത് രക്ഷപ്പെടണം. പക്ഷെ ക്യാമറ ഇതൊക്കെ കണ്ടാൽ പ്രശ്നമാണ് വിചാരിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്ത്, മൂപ്പര് സോക്സ് ഊരിയിട്ട് അതിൽ ഈ ഫോട്ടോ എടുത്ത ഫിലിമൊക്കെ ഇട്ട് കെട്ടിയിട്ട് മൂപ്പരൊരു സ്ഥലത്ത് വെച്ച് പിന്നീട് അത് വന്ന് റിട്രീവ് ചെയ്ത് തന്നു. അത്രക്കും റിസ്കിലാണ് ഇവര് ഈ ഫോട്ടോസ് എന്തൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു വാരാണസിന്റെ ഫുൾ ഒരു സെറ്റ് എന്ന് പറയണേ. ചിലവരറിയും അവിടെ ഒരു പുലർച്ചെ 4 മണി 4:30 പോകുമ്പോൾ വൻ ബ്യൂട്ടിഫുൾ ആണ്. എത്രയോ വലിയ വിളക്കുകളൊക്കെ വെച്ച് എത്രയോ പൂജാരിമാര് ദൈവങ്ങളെ പൂജിക്കണ പൂജയും കാര്യമൊക്കെ ഇവർ പുലർച്ചെ 4:30 ആ ടൈമിലാണ് ചെയ്യുക. അതൊക്കെ പറഞ്ഞാൽ ഈ പിൽഗ്രിമേജിന് പോകുന്ന ആൾക്കാർ ഇതൊന്നും മിസ് ഔട്ട് ചെയ്യാത്ത ഓരോ ഇവന്റ്സ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾ കേട്ട് ടൂർണമെന്റ് കളിക്കുന്നു, ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ 2 കളി ജയിച്ചു. അതിൽ എൻ്റെ ഒരു പ്രൈം മൊമെന്റ് ഓഫ് മൈ ലൈഫ് എന്നുള്ളതാണ് ആ ഒരു നാഷണൽസ് എന്നുള്ളത്. കാരണം ഫസ്റ്റ്
ഫസ്റ്റ് മാച്ച് ഞങ്ങൾ 2-0 തോറ്റിക്കുമ്പോൾ എന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് ഇതായപ്പോൾ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി എന്നെ ഇറക്കി. ഒരു 10th ഗ്രേഡറിനെ, അതും എനിക്ക് സ്കൂൾ ടീമിൽ അതുവരെ കളിച്ച ഒരു പരിചയമില്ല, എൻ്റെ ഫസ്റ്റ് ഗെയിമാണ്. സോ ഒരു 10th ഗ്രേഡറിനെ ആ ഒരു ഗെയിമിൽ ഇറക്കാൻ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും. അന്ന് ഞാൻ 10th ഗ്രേഡർ ആണെങ്കിലും എനിക്ക് ഐ ഡോണ്ട് റിയലി കെയർ, 10th ആയാലും ഇതൊക്കെ ആയാലും ഏജിലല്ല കാര്യം, അന്ന് ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇഫ് ഐ വാസ് എ കോച്ച് എനിക്കിങ്ങനെ ഒരു ഹെസിറ്റൻസ് ഉണ്ടാവും. ഇത്രയും 12th-ലും 11th ഗ്രേഡേഴ്സ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു ന്യൂബിനെ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി ഇറക്കണം, അതും നമ്മൾ കളി തോറ്റോണ്ടിരിക്കുമ്പോൾ എന്നുള്ളതിൽ. അങ്ങനെ എന്നെ ഇറക്കി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഗോൾ അടിച്ചു. എനിക്ക് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. രണ്ടാമത്തെ ഗോള് ഇങ്ങനെ കോർണർ വരുമ്പോൾ ഞാനിങ്ങനെ ഡേവിഡ് ബെക്കാം മാതിരി വോളി അടിച്ചാണ്ടാണ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത്. നീ ഗോൾ അടിച്ചു? പിന്നെ അല്ല, ക്യാരക്ടർ മൊമെന്റ്. അങ്ങട്ട് നമ്മള് 2-2 ആ കളി ഇക്വലൈസ് ചെയ്ത് സൂപ്പർ സബ്. അന്ന് ലൈക്ക് ആദ്യം എൻ്റെ സീനിയേഴ്സിനൊക്കെ എന്നോട് ഒരു മതിപ്പുണ്ടായിരുന്നു. കാരണം നമ്മളാ ഒരു ഗെയിം കൊണ്ടാണ് 10th തന്നെ നമ്മളൊരു ടീമിലൊക്കെ വരാം. പക്ഷെ ഇതും കൂടിയാണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നോടുള്ള മതിപ്പ് അങ്ങോട്ട് കൂടി. സ്കൂളിലൊക്കെ വൻ റെപ്യൂട്ടേഷനായി. കാരണം എല്ലാവർക്കും നാഷണൽസ് അപ്ഡേറ്റ്സ് വേണം. അപ്പൊ നാഷണൽ അപ്ഡേറ്റ്സ് വന്നപ്പോൾ എല്ലാവരും അറിയണം എന്താ വെച്ചാല് സമീർ ഫസ്റ്റ് ഗോൾ അടിച്ച് ഇക്വലൈസ് ചെയ്ത് ടീമിനെ ഡ്രോ ആക്കിയതൊക്കെ. അപ്പൊ അത് വൻ മൊമെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുക. അപ്പൊ ഹോട്ടലിൽ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു സീനിയർ നിഹാലമീറും പിന്നെ ഞങ്ങളെ ബാച്ച്മേറ്റ് ആയ തൻവീർ തജ്മലായിരുന്നു. ഞങ്ങൾ 3 ആളായിരുന്നു റൂമിൽ. അങ്ങനെ നമ്മള് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ രാവിലെ ഒരു സമയം ഞങ്ങളിങ്ങനെ ഉറങ്ങുക അങ്ങനെ എന്തോ ആണ്. അതിലുണ്ട് പെട്ടെന്ന് 2 ആൾക്കാർ ഡോറിൽ വന്ന് മുട്ടാണ്ട് ഏ ബായ് കുണ്ടി ഖോലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളാകെ കൺഫ്യൂസ്ഡ് ആയി. ഇങ്ങനെ കുണ്ടി ഖോലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ എന്തോ. അപ്പോ എനിക്ക് നിഹാലറ്റ് ആദ്യം കേട്ടാണ്ട് എണീച്ച് ഞങ്ങളൊക്കെ വിളിച്ച് എടാ മൂപ്പരെന്തോ കുണ്ടി എന്നൊക്കെ പറയണടാ, യാതൊരു രീതിയിൽ നീ കോലരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളാണെങ്കിലും കാരണം നമ്മളെ ഭാഷയിൽ ഇതിന്റെ അർത്ഥം എന്താണ് ആ ഇതാണല്ലോ. അങ്ങനെ ഇതായിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഡോറ് തുറന്നപ്പോ ഇത് മെയിൻ്റെനൻസിന്റെ ആൾക്കാരാ. ഓര് വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്താണ്ട് ഓര് പോയി. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളെ കോച്ചിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കോച്ചിനോട് പറഞ്ഞ് ഇന്ന് രാവിലെ ഇങ്ങനെ വന്നാണ്ട് ഒരു ടീം കുണ്ടി കോലോ എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ കോച്ച് ഞങ്ങളെ നോക്കി ഫുൾ ചിരിച്ചാണ്ട് എടാ മണ്ട, ഹിന്ദിയിൽ കുണ്ടി എന്ന് പറഞ്ഞാല് ഡോറിന്റെ ലോക്കാണ് ഹിന്ദിയിൽ കുണ്ടി എന്ന് പറയുന്നത്. ദർവാസ എന്നാണല്ലോ പറയാ. ഹിന്ദിയിൽ കുണ്ടി എന്ന് പറയുന്നത് ഡോറിന്റെ ലോക്കിനാണ്. അപ്പൊ നിങ്ങളോട് ലോക്ക് തുറക്കാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാണ്ട് കോച്ച് വൻ കോമഡിയാ. കോച്ച് നമ്മളവിടെ UP-യിൽ എത്തിയ പാടന്നെ മൂപ്പര് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ എന്ത് വന്നാലും ബീഫ് എന്നുള്ളൊരു വാക്ക് നിങ്ങളെ വായെന്ന് വരരുത്, എനിക്ക് രക്ഷിക്കാൻ കഴിയൂല, ഞാൻ എന്റെ പണിക്കട് പോകും എന്നൊക്കെ പറഞ്ഞ് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ളിന്റെ സീനിയേഴ്സിന്റെ കൂടെയും പിന്നെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ഹാഷിദ് ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ. അതെ, ഇതായിരുന്നു സമീറിന്റെ കഥ. ഹിന്ദിയിൽ ഇങ്ങനെ ഒരു നല്ല അർത്ഥം ഉണ്ടായത് ഇനി എവിടെയും ഈ വാക്ക് പറയാം. അതെ, വളരെ മാന്യമായ വാക്കാണ്, യാതൊരു നെഗറ്റീവ് അർത്ഥമില്ല. എത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നിർത്തുകയാണ്. ഇപ്പൊ സമയം എത്രയായിന്ന് വെച്ചാൽ 8 മണിയായി സമയം, രാത്രി. അതെ, ടെമ്പറേച്ചർ അറിയണത് റൂമിന്റെ ഉള്ളിൽ നല്ല ചൂടാണ്. പക്ഷെ ജാക്കറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്ന മറ്റേ ഗ്രേറ്റ് ഫാദറിലൊക്കെ പറഞ്ഞ കാറിൽ AC, വീട്ടിൽ AC, ഓഫീസിൽ AC. പുറത്ത് അത്യാവശ്യം ഒരു ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് എന്റെയാണ്. സുഖ നിദ്ര, ശുഭ നിദ്ര. This has been your favorite host, Samir Roshan and Zayan Zakir. Peace out. Good night. All the times that you rain on my parade, all the clubs. Champianada. Captain America Bros.